പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്ദരമായ മറ്റൊരു പ്രഭാതത്തിലേക്ക് ദൈവം എന്നെയും നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നിറയട്ടെ. എന്നിലും നിങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹം നിറയാൻ ആഗ്രഹിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പഠിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 23-24 വചനങ്ങളാണ്. The book of Genesis chapter 2 verse 23 and 24. 23-ാമത്തെ വചനമാണ് ഞാൻ പഠിപ്പിക്കാനും ആഗ്രഹിച്ചത്. എന്നാൽ 24 കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴേ അതിൻ്റെ അർത്ഥപൂർണതയിലേക്ക് അത് വരികയുള്ളൂ. നമുക്കറിയാവുന്ന സുപരിചിതമായ കുടുംബത്തെക്കുറിച്ച് പറയുന്ന വിവാഹവേളയിലൊക്കെ കേട്ടിട്ടുള്ള മറ്റു പല അവസരങ്ങളിലും കേട്ടിട്ടുള്ള ഒരു വചനം. അതിങ്ങനെയാണ് പറയുന്നത്: ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്നെടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. ഇനി 24-ാമത്തെ വചനം: അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. ഇപ്പൊ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്ന വളരെ മനോഹരമായ ഒരു വചനം. This at last is bone of my bones and flesh of my flesh. This one shall be called woman, for out of man this one was taken. Therefore man leaves his father and mother and clings to his wife, and they become one flesh. ഒറ്റ ശരീരമായി തീരും. ഒറ്റ ശരീരമായി തീരും. അതുകൊണ്ടാണ് കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന് നാം പലപ്പോഴും പറയുന്നതും കേട്ടിട്ടുള്ളൂ. ഇതാണ് കുടുംബത്തെക്കുറിച്ചുള്ള വസ്തുത. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്. എന്നാൽ ഞാൻ പറയും, ദൈവം ഒരുക്കിയ ഏറ്റവും വലിയ ഭരണ സംവിധാനം, ഏറ്റവും വലിയ സ്നേഹ സംവിധാനം, ഏറ്റവും വലിയ പരിശീലന കേന്ദ്രം, പഠന കളരി ആണ് കുടുംബം. ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു കലവറയാണ് കുടുംബം. എന്നാൽ പലപ്പോഴും ഇതിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളെ മാറ്റി നിർത്തുന്നത് നമ്മുടെ സ്വാർത്ഥപരമായ ചിന്തകളും പെരുമാറ്റങ്ങളുമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് സ്നേഹത്തിലും ഐക്യത്തിലും ഒക്കെ ഈ കുടുംബത്തെ കൊണ്ടുപോകുവാനാണ്. ഒരു കുടുംബത്തെ വാർത്തെടുക്കാനായിട്ടുള്ള സകല കഴിവുകളും മനുഷ്യനിൽ നിക്ഷേപിച്ചുകൊണ്ടാണ് എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഒന്ന് പൊടുതട്ടിയെടുത്ത് ഐക്യത്തിലും സ്നേഹത്തിലും ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.